ആപ്പിൾ വെച്ചിട്ടുള്ളൊരു വെരി സ്പൈസി റെസിപ്പി നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ചെയ്യണം. എപ്പോഴും നമ്മുടെ നാടൻ കത്തിയാണ് ഏറ്റവും നല്ലത് ആപ്പിളൊക്കെ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം ഉപ്പിട്ട് അതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ആപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ വൈൽഡ് ആപ്പിളല്ല കേട്ടോ, ഇത് ഗ്രീൻ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആപ്പിളാണ്. എണ്ണ നന്നായിട്ട് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഫെനുഗ്രീക്ക് ആൻഡ് മസ്റ്റാർഡ്, നമ്മുടെ ഉലുവയും കടുകും കൂടി. കടുക് ഞാൻ നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. പിന്നെ കായത്തിൻ്റെ പൊടി ഒന്ന് എണ്ണയിലേക്കിട്ടൊന്ന് ചൂടാവണം, അപ്പോൾ നല്ലൊരു മണവും പിന്നെ അതിലേക്ക് നല്ലൊരു ടെക്സ്ചറും വരും കേട്ടോ. അപ്പം കായത്തിൻ്റെ പൊടി ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി ലീവ്സ് ആദ്യം തന്നെ ഇടാം. അപ്പോൾ കറി ലീവ്സ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഇഞ്ചിയും ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത്. ഇപ്പം കുറച്ച് വലുതാക്കി ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് അതൊന്ന് ചതച്ചെടുക്കാം, വേണമെങ്കിൽ അല്ലെങ്കിൽ പൊടിച്ചൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അച്ചാറിലേക്ക് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അതൊന്ന് മൊരിഞ്ഞ് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മുളക് ഇടുന്നതായിരിക്കും നല്ലത്. പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്തത്. അപ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് മുളക് ഏറ്റവും ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. പിന്നെ സാധാരണ പോലെ കുറച്ച് ചില്ലി പൗഡർ ആൻഡ് ടർമറിക് പൗഡർ, ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും. കാശ്മീരി ചില്ലിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം. ഞാനിവിടെ സാധാരണ ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി വന്നിട്ട് കുറച്ച് വലിയതാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ നല്ലൊരു പൊടിഞ്ഞ് നല്ല എല്ലാ കടുകും ഉലുവയും എല്ലാം കൂടി നന്നായിട്ട് പൊടിഞ്ഞ് പിന്നെ കായം ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് എല്ലാം കൂടി മിക്സായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പീസസ്, ആപ്പിൾ കുഞ്ഞിതാക്കി നുറുക്കിയ ആപ്പിൾ പീസസ് അതിലേക്ക് ചേർക്കുക. ഉപ്പ് ചേർത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ടൊരു പുളിയും ഉപ്പും അതിൻ്റെ ഒരു മധുരം അങ്ങനെ നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു പിക്കിളാണ്. ഞാൻ ലാസ്റ്റ് നമ്മളെല്ലാ അച്ചാറിനും ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന പോലെ വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ അല്ലെങ്കിൽ ചൊറുക്ക ഒഴിച്ച് കൊടുക്കുക ഓൺ ടോപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രീൻ സ്മിത്ത് ആപ്പിളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ്റെ കൂടെ കുറച്ച് ഗ്രേവി, സൂപ്പറായിട്ട് Thank you for watching. Keep on watching Grace's Small World.